ഹലോ എവ്രി വൺ, സോ ബാക്ക് ടു ദ വ്ളോഗ്. ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ്. നിങ്ങൾ കണ്ടതായിരിക്കും തമ്പനിയിൽ. നമ്മൾ താജ്മഹൽ വിസിറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഞങ്ങൾ വെളുപ്പിന് 4 മണിക്കാണ് താജ്മഹൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത്. അത് ഒരു കണക്കിന് വളരെ നല്ലൊരു ഡിസിഷനായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ അത്രയും രാവിലെ പോകുമ്പോൾ നമുക്ക് ആ സൺറൈസ് ശരിക്കും താജ്മഹലിൽ റിഫ്ലക്റ്റ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളൊരു കംപ്ലീറ്റ് ലുക്ക് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. ഞങ്ങൾ മെയിൻ കവാടം കഴിഞ്ഞ് താജ്മഹൽ ഫസ്റ്റ് വിസിറ്റ് ചെയ്തപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഫുൾ മഞ്ഞൊക്കെ വന്ന് ഒരു ഫോഗ് ഫുള്ള് താജ്മഹലിനെ പൊതിഞ്ഞിരിക്കണ ആ ഒരു കാഴ്ചയായിരുന്നു ഞങ്ങൾ ആദ്യം കണ്ടേ. ഞാൻ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് ഫോണായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറ എനിക്ക് ഭയങ്കര ഡിമ്മായിട്ടായിരുന്നു ഫീൽ ചെയ്തത്. ബിക്കോസ് മാക്സിമം സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് എൻ്റെ ക്യാമറ കുറച്ചെങ്കിലും നന്നായിട്ട് വിഷ്വൽസ് എനിക്ക് പ്രോപ്പറായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചെന്ന സമയത്ത് എനിക്ക് എൻ്റെ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ഒന്നും എനിക്ക് അത്ര പ്രോപ്പറായിട്ട് ആ ഒരു ബ്യൂട്ടീനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ലേറ്റർ ഓൺ ഒരു സൺറൈസൊക്കെ വന്ന് അത് ഭയങ്കര ആ ബ്യൂട്ടി എങ്ങനെയാണോ അത് ഫുള്ളി എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ചെറുപ്പം തൊട്ടിലെ വലിയ ആഗ്രഹമായിരുന്നു താജ്മഹൽ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന്. എബൌട്ട് താജ്മഹൽ ഉത്തർപ്രദേശ് സ്റ്റേറ്റിലെ ആഗ്ര എന്നൊരു ഡിസ്ട്രിക്റ്റിൽ ലൊക്കേറ്റ് ചെയ്തേക്കണാണ്. $42 ഏക്കറോളം വരും ഈ ഒരു പ്ലോട്ട് ഇരിക്കണേ താജ്മഹലിൻ്റെ. (1631) തൊട്ട് 1653 വരെയായിരുന്നു ഈ ഒരു കൺസ്ട്രക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ടൈം പീരീഡ്. താജ്മഹൽ ബിൽഡ് ചെയ്ത ആർക്കിടെക്റ്റാണ് ഉസ്താദ് അഹമ്മദ് ലൗറി. മുഗൾ ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് അവർ കംപ്ലീറ്റ് ബിൽഡിങ്ങിൽ ചെയ്തിരിക്കുന്നത്. (20,000-ഓളം എംപ്ലോയീസ് വർക്ക് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്തെടുത്ത ഒരു ബിൽഡിംഗ് ആണ് താജ്മഹൽ. വൈറ്റ് മാർബിൾസും അതേപോലെ സെമി പ്രഷ്യസ് സ്റ്റോൺസും യൂസ് ചെയ്താണ് താജ്മഹൽ കംപ്ലീറ്റ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. താജ്മഹലിൻ്റെ ഉള്ളിൽ നമുക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണമായിരുന്നു. 2023 ടിക്കറ്റ് റേറ്റ്
₹200 ആയിരുന്നു നമുക്ക് താജ്മഹലിൻ്റെ ഉള്ളിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. താജ്മഹലിൻ്റെ ഉള്ളിൽ സ്ട്രിക്ട്ലി അവർ ക്യാമറ കയറ്റരുതെന്ന് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ഇൻസൈഡൊന്നും ക്യാപ്ചർ ചെയ്തിട്ടില്ല. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടൈം ടു വിസിറ്റ് ദ താജ്മഹൽ ഈസ് ഏർലി മോർണിംഗ്. കാരണം ഏർലി മോർണിംഗിൽ നമുക്ക് ആ ബിൽഡിങ്ങിന് കിട്ടുന്ന ആ ഒരു ബ്യൂട്ടി കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ക്ലൈമറ്റും എല്ലാം ആയിരുന്നു. ഏർലി മോർണിംഗ് ആണെങ്കിലും നല്ല തിരക്ക് അനുഭവപ്പെട്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ. ബിക്കോസ് എല്ലാവരും ഒരു രാവിലകളിൽ വന്ന് വിസിറ്റ് ചെയ്യാനാണ് മാക്സിമം. ആ ഒരു എക്സ്പീരിയൻസ് ഈസ് ഭയങ്കര ഒരു വെറൈറ്റി ഫീലാണ് നമുക്ക് കിട്ടുന്നത്. എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു കാര്യം കൂടിയും ഞാൻ താജ്മഹൽ വിസിറ്റ് ചെയ്തപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഒരുപാട് ഫോറിനേഴ്സ് വിസിറ്റ് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് തന്നെയായിരുന്നു താജ്മഹൽ. അപ്പോൾ കുറച്ച് ഫോറിനേഴ്സ് അവരുടെ ഫോട്ടോസ് താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എന്നോട് എടുത്തുതരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്യാപ്ചർ ചെയ്തു. എടുത്ത ഫോട്ടോ അവർ ജസ്റ്റ് കാണിച്ചപ്പം അവർ 7 പേരുണ്ടായിരുന്നു. അപ്പോൾ 7 പേരുടെ മുഖത്തൊരു വാവ് എന്നുള്ളൊരു റിയാക്ഷനായിരുന്നു. ഞാനത് ഇപ്പോഴും ഓർമ്മിച്ച് വയ്ക്കുന്നൊരു മെമ്മറിയിലൊന്നാണ്. ബിക്കോസ് നമ്മളെടുക്കുന്ന ഫോട്ടോസ് ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രൗഡ് ഫീല് എനിക്കന്ന് കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് ആ ഒരു ചെറിയ സമയങ്ങളിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഒരു ടാലൻ്റ് ഉണ്ട്, അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ട്. അതൊക്കെ അറിയേണ്ടത് നമുക്ക് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് അവരെ ക്യാപ്ചർ ചെയ്യാനോ അവരുടെ റിയാക്ഷൻസ് നിങ്ങളെ കാണിക്കാനോ ഒന്നും പറ്റിയില്ല. ഐ എം വെരി സോറി അബൌട്ട് ദാറ്റ്. ഞങ്ങളൊരു 7 മണി 7:30 രാവിലെ അവിടെ നിന്ന് പോന്നു. ആ ഒരു സമയത്തും ടിക്കറ്റ് കൗണ്ടേഴ്സിലൊക്കെ ഭയങ്കര തിരക്കും ആൾക്കാർ വന്നും പോയി ഒക്കെ ഇരിക്കുമായിരുന്നു. മോർണിംഗിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാണ്ടാണ് താജ്മഹൽ വിസിറ്റ് ചെയ്തത്. പക്ഷെ നമുക്ക് ആ ഒരു ഹംഗ്രി അല്ലെങ്കിൽ വയ്യായിക ആ ഒരു ഫീൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് അതിലും അപ്പുറമായിരുന്നു ഞങ്ങൾക്ക് താജ്മഹൽ വിസിറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ആ ഒരു ഫീല്. ശരിക്കും മറന്നു ഈ വിശക്കുവാന്നൊക്കെ ഉള്ള കാര്യം. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ. അവിടെ നിന്നൊരു മിനി ക്രിസ്റ്റൽ താജ്മഹലൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോന്നു.
അവിടെ വന്ന് ഫസ്റ്റ്ലി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ റൂംസിലേക്ക് ഞങ്ങൾ പോന്നു. താങ്ക് യു എവ്രി വൺ ഫോർ വാച്ചിങ് മൈ വീഡിയോ.